ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. ഭാവി സമ്പദ് വ്യവസ്ഥയോടുള്ള പ്രതിബദ്ധതയും സ്ത്രീ തൊഴിലാളികളുടെ ശാക്തീകരണവും പ്രതിഫലിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള മൂല്യ ശൃംഖലയിൽ ഇത് രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജസ്റ്റിസ് സൂര്യകാന്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വിഖ്യാത ബോളിവുഡ് താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2012 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി യോഗം വിളിച്ചു. ഈ മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഓൺലൈനായാണ് യോഗം. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതിനു ശേഷം 99% എന്യൂമറേഷൻ ഫോമുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് 2ാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റലൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76,37,216 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 27.42%. കേരളത്തിൽ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും മാതൃകാ പെരുമാറ്റച്ചട്ടവും പാലിച്ചു വേണം നടത്താനെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കും. ഈ മാസം 28 വരെ വിവിധ ബാച്ചുകളിലായാണ് പരിശീലനം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള തീരത്ത് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന ഭരണഘടനാ ക്വിസ് മത്സരം മറ്റന്നാൾ രാവിലെ നടക്കും. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. ഭക്തജനത്തിരക്കിൽ സന്നിധാനം. ഇന്ന് വൈകിട്ട് 5 മണിവരെ 82,105 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്ക് പരിഗണിച്ച് നാളെ ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് എണ്ണം 5,000 ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 15 മുതൽ 22 വരെ പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ നടക്കും. സംസ്ഥാനത്തും പുറത്തുമുള്ള മഠാധിപതികൾ, ആധ്യാത്മിക ആചാര്യന്മാർ, സാംസ്കാരിക നായകന്മാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. registration.iffk.in എന്ന ലിങ്കിലൂടെ രാവിലെ 10 മണി മുതൽ രജിസ്ട്രേഷൻ നടത്താം. ഗുവാഹത്തിയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിവസമായ ഇന്ന് ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 201 റൺസിന് ഓൾ ഔട്ടായി. ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 288 റൺസിന്റെ ലീഡ് നേടി. 2ാം ഇന്നിംഗ്സിൽ ഇന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 26 റൺസ് നേടിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വൻ ലഹരിവേട്ട. ബാംഗ്ലൂരിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിലെത്തിയ 2 പേരിൽ നിന്നാണ് ലഹരി പിടികൂടിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ സ്പാം സന്ദേശങ്ങൾ അയച്ച 21 ലക്ഷത്തിലധികം വ്യാജ മൊബൈൽ നമ്പറുകൾക്കും 1 ലക്ഷം സ്ഥാപനങ്ങൾക്കുമെതിരെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടി സ്വീകരിച്ചു. രാജ്യവ്യാപകമായി ടെലികോം ദുരുപയോഗം തടയുന്നതിന് ഉപയോക്താക്കളുടെ കൂട്ടായ റിപ്പോർട്ടിംഗ് നിർണായകമാണെന്ന് വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.